2025 അതിന്റെ ഓട്ടം പൂർത്തിയാക്കി മൺമറഞ്ഞു പോവുകയാണ്. ഒരുപാട് ചരിത്ര സംഭവങ്ങൾ അവശേഷിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അതിൽ ആലോചിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് 2025 സംഭവിച്ച കഥകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തെറി കേട്ട നേതാവ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ കയ്യിൽ നിന്നും സഹപ്രവർത്തകരുടെ കയ്യിൽ നിന്നുമൊക്കെ ചീത്ത വിളി കേട്ട നേതാവാര് എന്നൊരു വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റെല്ലാ ചാനലുകളും മാധ്യമപ്രവർത്തകരും ഒക്കെ നല്ല കാര്യങ്ങളും ചരിത്ര സംഭവങ്ങളും ഒക്കെ പറയും. ഞാൻ നോക്കിയത് ഏറ്റവും അധികം ചീത്ത കേട്ട നേതാവ്. നമുക്ക് കോൺഗ്രസ് നേതൃനിരയിൽ നിന്ന് തുടങ്ങാം. ആദ്യം നമ്മുടെ ലോക മാനവനായ ശശി തരൂർ ഒരു പരിധി വരെ ചീത്ത കേട്ടിട്ടുണ്ട്. അത് കേട്ടത് മുഴുവൻ കോൺഗ്രസ് കുടുംബത്തിന് അകത്ത് നിന്ന് തന്നെയാണ്. ഈ ചീത്തവിളി 2025 തുടങ്ങിയത് അദ്ദേഹം സംസ്ഥാന ഗവൺമെന്റിന് കേന്ദ്ര സർക്കാർ വ്യാവസായിക ഭൂപടത്തിൽ വ്യാവസായിക വളർച്ചാ സൂചികയിൽ മികച്ച സ്ഥാനം നൽകിയതിനെ കുറിച്ച് അദ്ദേഹം എഴുതിയ ലേഖനമാണ് ആദ്യത്തെ തെറിവിളിക്ക് അടിസ്ഥാന കാരണം. അതിനുശേഷം നിരന്തരം തെറിവിളിയാണ്. മോദിയെ സ്തുതിച്ചതിന് അത് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു. പിണറായി വിജയനെ സ്തുതിച്ചതിന്, വ്യാവസായിക വകുപ്പിനെ, കേരളത്തെ പുകഴ്ത്തിയതിന് ഒക്കെ ശശി തരൂർ MP നിരവധി ചീത്ത കേട്ടു. കേരളത്തിലെ കോൺഗ്രസ്സുകാരിൽ നിന്ന് തന്നെയാണ് ഉത്തരേന്ത്യയിലെ കോൺഗ്രസ്സുകാരും ശശി തരൂരിനെ തെറി വിളിച്ചിട്ടുണ്ട്. അതാണ് കോൺഗ്രസ് ക്യാമ്പിലെ ഏറ്റവും വലിയ ചീത്തവിളി. ഇനി VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, K മുരളീധരൻ തുടങ്ങിയ ആളുകൾക്കെതിരെയും വിമർശനങ്ങൾ ഉയർന്നു വന്നു. ഇവർക്കെതിരെ ധാരാളം പാരകൾ ഇൻഹൗസിൽ നിന്ന്, കോൺഗ്രസ് കുടുംബത്തിനകത്ത് നിന്ന് തന്നെ VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കുമൊക്കെ പാരകളും പിറന്ന വർഷമാണ് 2025. പ്രധാനമായും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്, ചിറ്റൂർ ഇങ്ങനെയുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ വന്നല്ലോ. ഈ സമയത്തൊക്കെ ആയിരുന്നു കോൺഗ്രസിനകത്ത് ചേരിപ്പോര് ശക്തമായതും VD സതീശനെ കടന്നാക്രമിക്കാൻ തുടങ്ങിയതും. VD സതീശനും ഒട്ടും വിട്ടുകൊടുത്തില്ല. VD സതീശൻ മറ്റ് നേതാക്കൾക്കും അന്തസ്സായി പാരകൾ പണിയുകയും ചെയ്തു. ഈ 2025 പ്രത്യക്ഷത്തിൽ എല്ലാവരും ചിരിച്ച് തോളത്ത് കൈയിട്ട് നടക്കുമെങ്കിലും ഇവരൊക്കെ പരസ്പരം ചെളിവാരി എറിയുന്നതിനും അണ്ടർഗ്രൗണ്ട് ഏർപ്പാടുകൾ ചെയ്യുന്നതിനും ഒന്നിനൊന്നിന് മെച്ചമാണെന്ന് തെളിയിച്ച കോൺഗ്രസ് വർഷം കൂടിയാണ് 2025. പക്ഷെ ഏറ്റവും കൂടുതൽ തെറി കേട്ടത് കോൺഗ്രസ് കുടുംബത്തിൽ ശശി തരൂർ തന്നെയാണ് കേരളത്തിൽ. ഇനി ഇടത് മുന്നണിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇടതു മുന്നണിയിൽ ഒരുപാട് നേതാക്കളുണ്ട്. കോൺഗ്രസിനെ പോലെ അല്ല. ഇനി മുസ്ലിം ലീഗിലൊന്നും ആരെയും തെറിയും പറഞ്ഞിട്ടില്ല, തെറി കേട്ടിട്ടുമില്ല. പിന്നെ ഉള്ളത് PV അൻവറാണ്. കുറെ തെറിക്ക് അടിസ്ഥാന ഘടകങ്ങൾ നിർമ്മിച്ചു കൊടുത്തതും കാരണങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തതും അതുമായി ബന്ധപ്പെട്ട് ലീഗിനെയും അതുപോലെ തന്നെ കേരള കോൺഗ്രസ്സുകാരെയും ഒക്കെ ആക്രമിച്ചിട്ടുണ്ട്, അധിക്ഷേപിച്ചിട്ടുണ്ട് പല രാഷ്ട്രീയ നേതാക്കളും, കേരളത്തിലെ പൊതുസമൂഹവും. എങ്കിൽ പോലും കോൺഗ്രസ് കുടുംബം UDF-നകത്ത് നോക്കുകയാണെങ്കിൽ ശശി തരൂർ തന്നെയാണ് ഏറ്റവും അധികം അന്തസ്സായി ചീത്ത കേട്ട നേതാവ്. അക്കാര്യത്തിലും ശശി തരൂർ തന്നെയാണ് ഒന്നാമത്. ഇനി ഇപ്പുറത്തോട്ട് നോക്കിയാൽ, ഇടത് മുന്നണിയിലേക്ക് നോക്കിയാൽ, അല്ലെങ്കിൽ ഇടതു മുന്നണിയിലേക്ക് അവസാനം വരാം. നമുക്ക് BJP ക്യാമ്പിൽ ഒന്ന് പോകാം. BJP ക്യാമ്പിൽ ശരിക്കു പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ ജി സംസ്ഥാന പ്രസിഡന്റായി എത്തിയതിനു ശേഷം ആദ്യ ദിവസങ്ങളിൽ അദ്ദേഹത്തെ മയപ്പെടുത്താനും ഇവിടെ വേറൊരു നേതൃനിര ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താനും ഒക്കെ കുറെ ആളുകൾ ശ്രമിച്ചു. പോസ്റ്റർ യുദ്ധമൊക്കെ നടന്നുവെങ്കിലും BJP-യിൽ ഇപ്പോൾ പരസ്പരം ചെളിവാരി എറിയുന്ന സമ്പ്രദായത്തിന് ഒരു പരിധി വരെ, അതായത് പബ്ലിക്കായിട്ട് ചെളിവാരി എറിയുന്ന സംഭവത്തിന് ഒരു പരിധി വരെ ശമനം ഉണ്ടായിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന ഘടകം അധ്യക്ഷനായി വന്നതിന് ശേഷം. അതിനു മുമ്പ് പാവം സുരേന്ദ്രൻ കേട്ട ചീത്തയ്ക്ക് കയ്യും കണക്കുമില്ല. ഉള്ളി എന്ന് കാണുമ്പോഴും കേൾക്കുമ്പോഴും, ബീഫ് എന്ന് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ സുരേന്ദ്രന്റെ മുഖം മലയാളികൾ ഓർമ്മിക്കുമായിരുന്നു. അത്രമാത്രം സുരേന്ദ്രൻ അധിക്ഷേപത്തിന് ഇരയായിട്ടുണ്ട് കേരളത്തിൽ. അതുപോലെ മറ്റൊരു നേതാവ് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രനും ധാരാളം ട്രോളുകൾക്കും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരിയുള്ള പൊതുസമൂഹം അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുമൊക്കെ അതിനൊക്കെ ഇരയായ വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ ഏറ്റവും അധികം പ്രശസ്തയായ സംഭവം എന്ന് കേട്ടാൽ അവരുടെ വീടിന് നേരെ ചില ആളുകൾ ബോംബെറിഞ്ഞു എന്ന പ്രചരണമായിരുന്നു. അവസാനം ബോംബ് പോയി അത് ഓലപ്പടക്കമായി മാറി. കുട്ടികൾ അവിടെ കത്തിക്കാതെ വെച്ചിരുന്ന പടക്കങ്ങൾ പൊട്ടിച്ചതാണ് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞോടുകൂടി ശോഭ തന്നെ ഊതി ഉരുപ്പിച്ച ബലൂൺ പൊട്ടും പോലെ ആ ആരോപണവുമായി പൊട്ടി നാശകോട്ടയായി എന്നതാണ് വസ്തുത. അപ്പോൾ BJP നോക്കുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർജി വന്ന ശേഷം ചീത്തവിളി പബ്ലിക്കായി കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചീത്തവിളിക്ക് പ്രധാന കാരണക്കാരനും മുഖ്യ കാർമ്മികനുമായിരുന്ന VV രാജേഷ് തിരുവനന്തപുരം
മേയർ ആവുകയും ചെയ്തിട്ടുണ്ട് BJP. ഇനി CPM-ലേക്കോ CPI-യിലേക്കോ നോക്കുകയാണെങ്കിൽ CPI-യിൽ ബിനോയ് വിശ്വമാണ് കൂടുതൽ പഴി കേട്ടത് CPI-ക്കാരിൽ നിന്ന് തന്നെ. പക്ഷേ കേരളം ആകമാനം തെറി വിളിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കേരളം ആകമാനം മുഖ്യമന്ത്രി വിജയനെ തെറി പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനെ തെറി പറഞ്ഞു. പാർട്ടിക്കകത്ത് നിന്ന് പിന്നിൽ നിന്ന് കുത്തുകളേക്ക് ഒരുപാട് മോശം വ്യാപാരങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പാർട്ടിക്കകത്ത് നിന്ന് തന്നെയും ഉണ്ടായി. കാരണം പാർട്ടിക്കകത്ത് നിന്ന് വിവരങ്ങൾ മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ എതിർചേരിയിലേക്കും ചോർത്തി കൊടുത്താൽ മാത്രമാണല്ലോ ഇങ്ങനെ അധിക്ഷേപങ്ങൾ ഉണ്ടാവുക. പിണറായി വിജയന് കരുത്തുറ്റ നേതാവാണ് എന്ന് എടുത്തു പറയാൻ കാരണം തന്നെ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ അദ്ദേഹത്തെ തെല്ലും കുലുക്കിയിട്ടില്ല, അലോസരപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം എന്താണോ നിലപാട് സ്വീകരിച്ചത് ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഏറ്റവും ഒടുവിൽ CPI കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിലും മറ്റ് അവരുടെ ഉന്നതതല യോഗത്തിലുമൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരും മണികെട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മോശപ്പെട്ട പ്രവർത്തനങ്ങൾക്കുടമയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏകാധിപത്യ സ്വഭാവമുള്ള വ്യക്തിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളിയുമായി ബാന്ധവമുള്ള വ്യക്തിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന് BJP-യുമായി അണ്ടർഗ്രൗണ്ട് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് MR അജിത് കുമാറിനെ പോലെയുള്ള IPS-കാരെ സംരക്ഷിച്ചത്. അങ്ങനെ തുടങ്ങി ആരോപണങ്ങളുടെ പെരുമഴ. മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും തന്നെ കൊള്ളക്കാരാണ്. ലാവ്ലിൻ കേസ്, സ്പ്രിംഗ്ലിൻ കേസ്, അങ്ങനെ തുടങ്ങി എത്ര ആരോപണങ്ങൾ. ഇതൊക്കെ വന്നിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് യാതൊരു കുലുക്കവുമില്ല. അദ്ദേഹം പറയുകയാണ്, മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ. നട്ടല് നിവർത്തി തന്നെ അദ്ദേഹം നിൽക്കുന്നുണ്ട്. കേരളത്തിന്റെ കാര്യങ്ങൾ, വികസന കാര്യങ്ങളിൽ ഇത്രമാത്രം താല്പര്യത്തോടു കൂടി പെരുമാറുന്ന മറ്റൊരു നേതാവ് ഉണ്ടെന്ന് ഈ പ്രതിപക്ഷത്തിനോ BJP-ക്കാർക്ക് പോലും ചൂണ്ടിക്കാണിക്കാൻ പറ്റുകയില്ല. അദ്ദേഹത്തിന്റെ നയചാതുരിയും ഡിപ്ലോമാറ്റിക് വേയും വളരെ കണിശതയുള്ളതാണ്. അതുകൊണ്ട് മാത്രമാണ് യുവമാർക്കാർക്കും പിടിക്കാതെ പോകുന്നത്. കാരണം വളഞ്ഞ വഴിയിലൂടെ എന്തെങ്കിലും കാര്യസാധ്യത്തിന് അദ്ദേഹത്തിന്റെ മുന്നിൽ പോയി കഴിഞ്ഞാൽ അക്കാര്യം നടക്കുകയില്ല. അതുകൊണ്ട് ഇവരുടെ ഇഷ്ടക്കേട് മുഴുവൻ പിണറായി വിജയത്തിൽ ചെളിവാരി എറിയാനും ചീത്ത പറയാനും ട്രോളുണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കുന്നു. പിന്നെ സർക്കാരിനെ പൊതുവെ വിമർശിക്കുന്ന 2-3 ഘടകങ്ങൾ ഇല്ലാതില്ല, അതും കൂടി പറയണമല്ലോ. ഒന്ന്, നവകേരള യാത്ര പോലുള്ള യാത്രകൾ, കൂറ്റൻ ബസ്, കോടിക്കണക്കിന് രൂപ കൊടുത്ത് കൂറ്റൻ ബസ് ഇറക്കിയത്. കേരളീയം പരിപാടി കഴിഞ്ഞ തവണയാണെങ്കിൽ പോലും അതൊക്കെ ഇപ്പോഴും അതിന്റെ അനുരണനങ്ങളുണ്ട്. പിന്നെ മുഖ്യമന്ത്രിയുടെ സുരക്ഷയും മറ്റ് വാഹനങ്ങളുടെ പോക്കും, അതൊക്കെ ആളുകൾ പൊതുവെ വിമർശിക്കപ്പെടുന്നുണ്ട്. ഇത്രയും ബന്ദോബസ്തൊക്കെ എന്തിനാണ് ഒരു കേരള മുഖ്യമന്ത്രിക്ക് എന്ന പൊതുവായ ഒരു ചോദ്യം കേരളത്തിൽ ഉയരുന്നുണ്ട്. അതിനൊക്കെ മുഖ്യമന്ത്രിയും പാർട്ടിയും ഒക്കെ തന്നെ മറുപടി പറയേണ്ടി വരും. ഒരുപക്ഷെ എങ്കിൽ അത്തരം ചെറിയ കാര്യങ്ങളാകാം ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ വോട്ടായി മാറി UDF-ന് ഗുണമായി തീർന്നത്. അല്ലാതെ മുഖ്യമന്ത്രി കേരളത്തിന്റെ വികസന കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിലപാടോ ഒന്നും കേരളത്തിലെ ജനതയ്ക്ക് യാതൊരു പ്രശ്നവും ഉള്ളതല്ല. മുഖ്യമന്ത്രിക്ക് വേണ്ടി വാങ്ങിയ ഹെലികോപ്റ്റർ, ആഭ്യന്തര വകുപ്പിന് വേണ്ടി, ആ ഹെലികോപ്റ്റർ എന്തെടുക്കുന്നു? അതിനുവേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് വേണ്ടി കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് തന്നെ ഒരു പുതിയ കാർ, അതിന്റെ വില, പിന്നെ ഇത്രയും ആഡംബരം, ഇത്രയും ബന്ദോബസ്ത്, ഇത്രയും സുരക്ഷാ ബന്ദോബസ്ത്, അതൊക്കെ എന്തിനാണ് എന്ന് പൊതുജനം ചോദിച്ചു പോയാൽ അതിന് ഉത്തരം കൊടുക്കാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കുമുണ്ട്. പക്ഷെ മറ്റു കാര്യങ്ങളിലുള്ള ഈ ചീത്തവിളി, അത് ഒരു പരിധിവരെ എന്നല്ല, ഒരു പരിധിവരെ ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഈ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ മറ്റ് ഈ ബ്ലോഗർമാരും ഒക്കെ വെറുതെ അധിക്ഷേപിക്കുന്നത് വെറും വെറുതെയാണ്. പക്ഷെ കേരളത്തിലെ ഇനി ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട, ഏറ്റവും കൂടുതൽ തെറികേട്ട നേതാവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2ാം സ്ഥാനത്ത് ഉണ്ടെങ്കിൽ ഒന്നുകിൽ EP ജയരാജൻ, അതും CPM-ൽ നിന്ന് തന്നെയായിരിക്കും. EP ജയരാജനായിരിക്കാം 2ാം സ്ഥാനത്ത്. 3ാം സ്ഥാനത്ത് വരുന്നത് ശശി തരൂരായിരിക്കും. അത് കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കങ്ങൾ കൊണ്ടും അദ്ദേഹത്തിന്റെ നിഷ്പക്ഷ സ്വഭാവം കൊണ്ടും അദ്ദേഹം ഏറ്റുവാങ്ങിയ തെറികളാണ്. ഇനി 4ാം സ്ഥാനത്ത് വരുന്നത് K സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും ഒരുമിച്ച് ആ 4ാം സ്ഥാനം പങ്കുവച്ചേക്കാം. കാരണം അവരും തെറിവിളി ഒരുപാട് കേട്ടവരാണ്. പക്ഷെ ഇപ്പോ മെയിൻ സ്ട്രീം രാഷ്ട്രീയ പൊളിറ്റിക്സിൽ അവരുടെ പ്രഭാവം ഒന്ന് മങ്ങിയിട്ടുണ്ട്. അവരുടെ സ്ഥാനമാനങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ പ്രഭാവം മങ്ങിയതുകൊണ്ട് അവരിപ്പോൾ തെറി കേൾക്കുന്നില്ല എന്ന് മാത്രം. ഇനി 5ാം സ്ഥാനത്തൊക്കെ നോക്കുകയാണെങ്കിൽ VD സതീശനോ അതുപോലെ കോൺഗ്രസിലെ VD സതീശൻ തന്നെയാണ് 5ാം സ്ഥാനത്ത് എത്താനുള്ള സാധ്യത. അങ്ങനെ ചുരുക്കത്തിൽ 2025 തെറിവിളിയുടെ വർഷമാക്കി നോക്കിയാൽ 1ാം സ്ഥാനം കരസ്ഥമാക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാകും.